നമസ്കാരം പ്രിയമുള്ളവരെ, മൂവാറ്റുപുഴയിലെ SIയുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് CPM ഇപ്പോൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു പുതിയ കഥയാണ്. ഞാൻ എന്തോ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവിടെ ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തി എന്ന നിലയിലാണ് അവരുടെ പ്രചരണം. അന്നത്തെ ദിവസം നടന്ന വളരെ ലളിതവും ഹ്രസ്വവുമായ ഒരു നടപടിക്രമം അതെന്തായിരുന്നുവെന്ന് ഇനി നിങ്ങളെല്ലാവരും പൂർണ്ണമായും ഒന്ന് കാണുക. ഏറെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. ഏറെ കാലമായി നമ്മളെല്ലാവരും ചേർന്ന് പരിശ്രമിച്ചിരുന്ന മൂവാറ്റുപുഴയിലെ നഗര റോഡിന്റെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തീകരിച്ച് നമ്മൾ PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള ഫസ്റ്റ് ലെയർ ടാറിംഗ് പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ ഇന്ന് ആദ്യമായി നഗരത്തിലെ 4 വരിയിലൂടെയും ഗതാഗതം അനുവദിക്കുന്ന ഒരു സമയവും ദിവസവുമാണ്. ആ ഒരു സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇതിനുവേണ്ടി വലിയ രീതിയിൽ കഷ്ടപ്പെട്ട ഒരുപാട് പേര് ഉണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് KRFBയിലെ ഉദ്യോഗസ്ഥർ, അവരാണ് ഈ വർക്ക് SPV എന്ന നിലയിൽ മുമ്പോട്ട് നയിച്ചത്. കോൺട്രാക്ടറും മറ്റെല്ലാ സാഹചര്യങ്ങളും എല്ലാം സഹകരിച്ച് എല്ലാവരെയും ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ നഗരത്തിന്റെ വലിയൊരു സ്വപ്നം ഇന്ന് ഇതൊരു താൽക്കാലിക അറേഞ്ച്മെന്റ് ആണ് എന്നതുകൊണ്ട് ബഹുമാനായ ട്രാഫിക് SI ഈ കഴിഞ്ഞ 5-6 മാസക്കാലം ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കിന്റെ പേരിൽ, ട്രാഫിക്കിന്റെ പ്രയാസത്തിന്റെ പേരിൽ അതിന്റെ യാതന അനുഭവിച്ചതും അതിന്റെ വഴക്കും വിമർശനവും ഒക്കെ കേട്ടതും ട്രാഫിക് പോലീസുകാരടക്കമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഗതാഗതം സൗകര്യം ചെയ്തു കൊടുക്കുന്ന നമ്മുടെ ട്രാഫിക് SI ആണ്. അദ്ദേഹം ഇവിടെ ഈ പുതിയ ടാറിംഗ് നടത്തിയ പാതയിലൂടെയുള്ള ആദ്യ ഗതാഗതം അദ്ദേഹം ഇന്നിവിടെ തുറന്നു കൊടുക്കുന്നു. ഇതാണ് പ്രിയമുള്ളവരെ അവിടെ സംഭവിച്ചത്. ഇതിലെവിടെയെങ്കിലും ഒരു റോഡ് ഉദ്ഘാടനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലെന്ന് മാത്രമല്ല, ആ നിലയ്ക്കുള്ള ഏതെങ്കിലും ഒരു പരിശ്രമം നടത്തിയതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ഒരു വരി മാത്രമായവ 5 മാസമായി ശ്വാസം മുട്ടിയിരുന്ന നഗരത്തിൽ ആ രണ്ടാമത്തെ വരി കൂടി തുറന്നു കൊടുക്കുമ്പോൾ ട്രാഫിക്കിനുണ്ടാകുന്ന ഒരു ഈസ് അല്ലെങ്കിൽ ഗതാഗതത്തിനുണ്ടാകുന്ന ഒരു സൗകര്യം അത് മാത്രം ഒന്ന് പരാമർശിച്ചു. അത് ചെയ്യാൻ യോഗ്യതയുള്ളതും അധികാരമുള്ളതും മാൻഡേറ്റ് ഉള്ളതും ട്രാഫിക് SIക്കാണ്. താൽക്കാലികമായ നടപടി അദ്ദേഹം ചെയ്യുന്നുവെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇത് ചെയ്തതിനാണ് ഞാൻ SIയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു എന്ന നിലയിലുള്ള വാർത്ത വരുന്നത്. ഇനി അതെല്ലാം മാറ്റിവെക്കും. ഇതെല്ലാം മാത്യു കുഴൽനാടന്റെ തിരക്കഥയാണെന്നാണല്ലോ പറയുന്നത്. ഇനി നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. ഇത് CPM ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറി മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ അയച്ച പരാതിയുടെ കോപ്പിയാണ്. ഇതിന്റെ വെളിച്ചത്തിലും ഇതിന്റെ അടിസ്ഥാനത്തിലുമാണ് SIക്ക് സസ്പെൻഷൻ ലഭിച്ചത്. ഇനി ഇതും മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടാണ് എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. മൂവാറ്റുപുഴയിലെ CPM ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറിയും മറ്റ് ജില്ലാ നേതാക്കന്മാരും ഒക്കെ ഞാൻ പറയുന്ന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് CPM പറയുകയാണെങ്കിൽ ഞാൻ ചൊല്ലിടുകയാണ്. നിങ്ങൾ ഈ നിലയിലാണ് ഇതിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അസ്വസ്ഥത കൊണ്ടും നിങ്ങളുടെ രാഷ്ട്രീയ സങ്കുചിതമായ ചിന്ത കൊണ്ടും ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു ഗ്രേസ് ഇല്ലാതാക്കാൻ വേണ്ടി പാവപ്പെട്ട ഒരു SIക്ക് സസ്പെൻഷൻ വാങ്ങിക്കൊടുത്തിട്ട് ഇപ്പോൾ അത് MLA ചെയ്ത രാഷ്ട്രീയ നാടകമാണെന്ന് പറയാനുള്ള നിങ്ങളുടെ ഒരു ഉളുപ്പില്ലായ്മയെ ജനം തിരിച്ചറിയും. ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഈ സത്യം ജനങ്ങൾ മനസ്സിലാക്കണം എന്നതുകൊണ്ട് ഈ സംഭവം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തളർത്താനോ ഞങ്ങളെ തകർക്കാനോ നിങ്ങൾക്ക് കഴിയില്ല. സത്യം ജനങ്ങൾ ബോധ്യപ്പെട്ട് തന്നെ മുന്നോട്ട് പോകും. മൂവാറ്റുപുഴയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. നഗരവികസനം മാത്രമല്ല, ജനങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിട്ടുള്ള വികസന പ്രവർത്തികൾ ഈ നാടിന്റെ അവകാശമാണ്. അത് പിടിച്ചു മേടിച്ച് ജനങ്ങൾക്ക് വേണ്ടി യാഥാർത്ഥ്യമാക്കും. നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ പരിശ്രമിച്ചാലും ഏതെല്ലാം രീതിയിൽ തടയാൻ ശ്രമിച്ചാലും KSRTC സ്റ്റാൻഡും മുറിക്കൽ ബൈപ്പാസും സ്റ്റേഡിയവും എല്ലാം ഈ നാടിന് വേണ്ടി യാഥാർത്ഥ്യമാക്കും. ഇതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. നന്ദി.